അപ്പോൾ ഒരു കിടിലൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ഐറ്റം എന്ന് പറഞ്ഞൊരു കിടില സാധനമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പേപ്പർ കാസ്റ്റിംഗ് റിങ്, അതായത് നല്ല ഷോ വരുന്ന മോതിരങ്ങളാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് കാണുക, സ്കിപ്പ് ചെയ്യല്ലേ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പേപ്പർ കാസ്റ്റ് റിങ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് എല്ലാവർക്കും സംശയം ഉണ്ടാവും. നോർമലി നമ്മളിപ്പോൾ നിങ്ങൾ കാണുന്ന മോതിരങ്ങൾ മോൾഡിംഗ് ആയിട്ടുള്ള വരുന്ന മോതിരങ്ങളാണ് ശരിക്കും ഈ ഡിസൈനിൽ വരുന്നത്. ഇത്രയും കാഴ്ചയിൽ വരണമെങ്കിൽ മിനിമം 1 പവനാണ് തൂക്കം വരേണ്ടത്. പക്ഷേ നിങ്ങൾ കാണുന്ന ഈ മോതിരം 4 ഗ്രാം താഴെയാണ് അതിൻ്റെ തൂക്കം വരുന്നത്. കാരണം അതിനകം പൊള്ളയായിട്ട് വരുന്ന രീതിയിലാണ് അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ മോതിരമിട്ട് കൂടുതൽ ഷോ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും, അവർക്ക് വേണ്ടിയിട്ടുള്ള മോതിരങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതിലൊരു 3-4 പീസാണ് ഞാൻ നിങ്ങളെ ജസ്റ്റ് കാണിക്കുന്നത്. ഇതിൻ്റെ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ. സംഭവം മോതിരം ലൈറ്റ് വെയ്റ്റ് ആണ്. അപ്പോൾ ഒരുപാട് ബലമൊന്നും നമ്മൾ അവകാശപ്പെടുന്നില്ല, അത്യാവശ്യം ബലം ഉണ്ടാവും. മെയിനായിട്ട് അതിനകത്ത് ഫിനിഷിംഗ് ആണ് നമുക്ക് വരുന്നത്. അന്യായ ഫിനിഷിംഗ് ആണ്, അന്യായ ലുക്കുമാണ് ഈ മോതിരങ്ങളെല്ലാം. ഏകദേശം ഒരു 3 ഗ്രാം 3.5-4 ഗ്രാമാണ് അതിൻ്റെ തൂക്കം നമുക്കിതിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോതിരം ഏതാണെന്നുണ്ടെങ്കിൽ നമ്മളെ കമൻറ്റ് ചെയ്ത് അറിയിക്കണേ. അപ്പോൾ ഈ മോതിരത്തിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്പറുണ്ട്, വിളിക്കുക, പർച്ചേസ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഇങ്ങനത്തെ മോതിരങ്ങൾ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും അവർക്കിത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനൊന്നുകൂടെ പറയുകയാണ്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ അറിയിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും മോഡലിനെ പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ അതും നമ്മൾ അറിയിക്കുക. മാക്സിമം നമ്മൾ ഇനി വരുന്ന വീഡിയോസിൽ അത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി കളക്ഷനായിട്ട് ഞാൻ ഇനിയും വരും. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.